ശ്രീ ഷോൺ ജോർജ് ടെലിഫോണിലായിരുന്നു. ശ്രീ ഷോൺ, ഒരിക്കൽ കൂടി വീണ ടി ഹാജരായിരിക്കുകയാണ് ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി. ഇത്തവണ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഒപ്പം തന്നെ കൂടുതൽ രേഖകളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കൽ. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യൽ വളരെ നിർണായകമല്ലേ? അല്ല, ഓരോ ചോദ്യം ചെയ്യലും നിർണായക. കാരണം SFIയുടെ എൻക്വയറിക്ക് ശേഷം SFIയുടെ റിപ്പോർട്ട് സഹിതമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ വിശദാംശങ്ങളും ഇതുവരെ നടത്തിയിട്ടുള്ള തിരിമറികളെ സംബന്ധിച്ചും കൂടുതൽ ആധികാരികത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നുണ്ട് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനേക്കാൾ. അപ്പൊ അത് എന്താണ്, അതിന്മേൽ ബാക്കി നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിടിക്കാൻ പറ്റുന്നതല്ല. അതെ, അപ്പോൾ ഇത് ഈ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് ഒരുപക്ഷെ എന്താകും അതിന്റെ പരിണിത ഫലം എന്നൊക്കെയുള്ളത് നമ്മൾ അല്ല, അവരുടെ മൊഴികളിലും അവരുടെ ഇതുവരെയുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ അവർ ബോധ്യപ്പെടുത്തുന്നതിലും അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, അവരുടെ ഇടപാടുകളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലാതെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അവർക്കത് ബോധ്യപ്പെടുത്താൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. അവരെ അന്വേഷണത്തോട് ഇതുവരെ സഹകരിച്ചതായിട്ടും നമുക്ക് വിവരങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷനിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ, അല്ലെ പോവോ, ഇത്തരം കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ്. അതപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷനിലേക്ക് പോകാനുള്ള സാധ്യത? അല്ല, അത് അത്തരം കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനാണല്ല. അത് അന്വേഷണ ഏജൻസികൾ പറയേണ്ട കാര്യങ്ങളാണ്. അത് അവരുടെ മാത്രം ഡിസ്ക്രിപ്ഷണൽ പവറാണ്. അവരാണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. അതിനകത്ത് വഴിയിൽ നോക്കി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ പരാതിക്കാരൻ എന്ന നിലയിൽ പോലും അഭിപ്രായം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യമോ നമ്മൾക്ക് അവകാശപ്പെട്ട കാര്യമല്ല. അതെ, പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ശ്രീ ഷോൺ, ഇതിലിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന രേഖകൾ 134 രേഖകളാണ് കോടതി നിർദ്ദേശപ്രകാരം SFIOയിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടാതെ മറ്റ് ചില വിശദാംശങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇ ഡിക്ക് ഒരുപക്ഷെ ഈ കേസിലൊന്നും ഇനി കിട്ടാനില്ല എന്ന തരത്തിലേക്കെല്ലാം ശേഖരിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലാണ്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ പ്രാധാന്യവും, അല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇ ഡിക്ക് വളരെ ഗൗരവമായ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ തെളിവുകൾ SFIയുടെ എൻക്വയറിയുടെ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം SFIയുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആവശ്യമുള്ള എല്ലാ രേഖകളും ഇന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിക്കും, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതെങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA ആക്ട് പ്രകാരം അതിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അവരാണ് തീരുമാനിച്ചത്. വളരെ നന്ദി ശ്രീ ഷോൺ പ്രതികരിച്ചതിന്. വീണ ടി വീണ്ടും ഹാജരായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.